പാകിസ്ഥാനിലേക്കാണ്. അവിടെ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. ഇമ്രാൻഖാനെ ജയിൽ മോചിതനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് PTIയുടെ വലിയ പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം മുതൽ ഇങ്ങോട്ട് കാണുകയാണ്. അപ്പോൾ രാജ്യതലസ്ഥാനത്തേക്കൊക്കെ പ്രവർത്തകർ ഇരച്ചു ചെല്ലുകയാണ്. വെടിവയ്പുണ്ടാകുന്നു, നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇമ്രാൻഖാൻ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമോ? ഇമ്രാൻഖാൻ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം ആ രാജ്യത്ത് ഒരു സർക്കാരും കാലാവധി പൂർത്തീകരിച്ചിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരും 5 വർഷ കാലാവധി പൂർത്തീകരിച്ചിട്ടില്ല. അത് ആ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിലുള്ളൊരു സംഗതിയാണ്. ഒന്നുകിൽ പട്ടാള അട്ടിമറി, അല്ലെങ്കിൽ നോൺ കോൺഫിഡൻസ് മൂവ് വരും, അല്ലെങ്കിൽ ജനകീയ സമരം എന്ന പേരിൽ പട്ടാളം സംഘടിപ്പിക്കുന്ന പരിപാടികൾ, ഇങ്ങനെയൊക്കെയാണ് നടക്കാറുള്ളത്. അപ്പോൾ അതിൽ ഇമ്രാൻഖാൻ ആണ് അങ്ങനെ ഏറ്റവും ഒടുവിൽ പുറത്താക്കുന്നത്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. അവിശ്വാസ പ്രമേയം വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ഒരുപാട് ആളുകൾ ഡിഫക്റ്റ് ചെയ്യുന്നു, കൂറുമാറുന്നു. അപ്പോൾ അതിൻ്റെ പിറകിൽ ആർമിയാണ് സൈന്യമാണ് പ്രവർത്തിച്ചതെന്നാണ് ഇമ്രാൻഖാൻ്റെ ആരോപണം. പാകിസ്ഥാനെക്കുറിച്ച് ഒരു ചൊല്ലുണ്ട് ലോകരാഷ്ട്രീയത്തിൽ. ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും ഒരു ആർമിയുണ്ട്. പാകിസ്ഥാനിൽ ആർമിക്കൊരു രാജ്യമുണ്ട് എന്നാണ് പറയുക. ആർമിയുടെ കയ്യിലാണ് ആ രാജ്യം. ആരെന്ത് പറഞ്ഞാലും അവസാന വാക്ക് ആർമിയാണ്. ആർമി ചീഫ് എന്താണോ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പുറത്തു പോകുന്നു. ഒരു താൽക്കാലിക സർക്കാർ വന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും പ്രധാന പാർട്ടിയല്ലേ അതുവരെ ഭരിച്ചിരുന്ന ഇങ്ങേരുടെ പാർട്ടി, ഇമ്രാൻ്റെ പാർട്ടി, എന്താണ് ഇൻസാഫ് PTI, പാകിസ്ഥാൻ തഹ്രീക്ക് ഇൻസാഫ് തന്നെ നീതി, പാർട്ടി ഓഫ് ജസ്റ്റിസ് എന്നാണ്. PTIക്ക് അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അവരുടെ നേതാക്കന്മാരെ, ഇമ്രാൻഖാൻ അടക്കമുള്ള നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. 2023 മെയിലാണ് അദ്ദേഹത്തെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ജാമ്യം കൊടുക്കുന്നു. അതിനുശേഷം ഓഗസ്റ്റിൽ അഗൈൻ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്യുന്ന കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രധാനപ്പെട്ട കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഹസ്യരേഖ പുറത്തു വിട്ടു എന്നുള്ളതാണ്. ആ രഹസ്യരേഖ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ രഹസ്യരേഖ തന്നെയാണ്. അമേരിക്കൻ എംബസിയും ആർമിയും, അമേരിക്കയും ഉദ്യോഗസ്ഥരും ആർമിയും തമ്മിൽ നടന്നൊരു സംഭാഷണം. ആ സംഭാഷണം എങ്ങനെ പുറത്താക്കാം എന്നതിനെക്കുറിച്ചുള്ള ഗൂഢാലോചനയാണ്. അതിൻ്റെ തെളിവായിട്ടാണ് അങ്ങനെ ഒരു രേഖ പുറത്തുവിടുന്നത്. രണ്ടാമത്തത് സ്റ്റേറ്റ് ഗിഫ്റ്റ്, അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനങ്ങൾ, പല വിദേശ രാഷ്ട്ര തലവന്മാരൊക്കെ വരുമ്പം കിട്ടുന്ന സമ്മാനങ്ങളുണ്ടല്ലോ, അത് അങ്ങനെ വിറ്റുന്നോ പേഴ്സണലായിട്ട് ഉപയോഗിച്ചോ, അങ്ങനെ എന്തോ ഒരു കേസാണ്. അത് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തതിന് ശേഷം തുരുതുരാ കേസുകളായിരുന്നു. അതാണ് തമാശ. ഓരോ കേസും അത് കോടതിയിൽ പരിഗണനയ്ക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നോ എന്തോ കരുതുമ്പോൾ പുതിയ കേസ് വരും. ഇന്നേക്ക് അദ്ദേഹത്തിൻ്റെ മേലെ 150 കേസായി കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കണം. അത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കേസാണ് ഉണ്ടായിരുന്നുള്ളത്. ഇന്ന് 150. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുറേ കാലം ജയിലായിരുന്നു. അതിലൊരു കേസ് വിചിത്രമാണ് കേട്ടോ. ഒരു കേസ് എന്താണെന്നറിയോ? ഇവർ തമ്മിലുള്ള വിവാഹം സാധുവല്ല എന്നുള്ളതാണ്. അസാധുവായ ഒരു വിവാഹമാണ് ഇവർ. അപ്പോൾ അസാധുവായ ഒരു വിവാഹമാണെന്ന് വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? തെറ്റായ ബന്ധമാണ്. പാകിസ്ഥാനിൽ ഇസ്ലാമിക് ശരിയ ആക്ട് പ്രകാരം നോക്കുമ്പോൾ അത് ഗുരുതരമായ പ്രശ്നത്തിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഓരോ കേസിന് ശേഷം അടുത്ത കേസുകൾ ഇങ്ങനെ വരിക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നടക്കുന്ന ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ജനക്കൂട്ടമാണ് ഇതിനകത്തുള്ളത്. മനസ്സിലാക്കണം. അത് ഒരുതരം അതിൻ്റെ ഒരു ഫൈനൽ ഫ്രസ്ട്രേഷനാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫെബ്രുവരി തെരഞ്ഞെടുപ്പിൽ ഇവരുടെ നേതാക്കന്മാർ അകത്താണ്. ഇവർക്ക് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ, പാർട്ടിയുടെ പേരിൽ മത്സരിക്കാൻ അവകാശമില്ല. എന്നിട്ടും നമ്മൾ PTI നിർത്തിയ സ്ഥാനാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ വിജയിച്ചത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആരാണ്? PTI ആണ്. അവർക്ക് പക്ഷേ പാർട്ടി ബാനറിലല്ല അവർ മത്സരിച്ചത്. ഇങ്ങനെയൊക്കെ ആയിട്ടും നേതാക്കന്മാരെല്ലാം ജയിലിലായിട്ടും ചിഹ്നമില്ലാതിരുന്നിട്ടും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അവരാണ്. പക്ഷേ അവർക്ക് ഭരിക്കാൻ പറ്റുന്നില്ല. ബന്ധവൈരികളായിട്ട്, ചരിത്രപരമായ വൈരികളായിട്ടുള്ള PPPയും മുസ്ലിം ലീഗും ചേർന്നിട്ടാണ് ഭരിക്കുന്നത്. ഷഹബാസ് ഷെരീഫ് അധികാരത്തിൽ വരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്നത്തെ റാലിയുടെ ഏറ്റവും ഒന്നാമത്തെ മുദ്രാവാക്യം എന്താ അറിയോ? ഇമ്രാൻഖാനെ പുറത്തു വിടുക എന്നുള്ളതല്ല. ഒന്നാമത്തെ മുദ്രാവാക്യം 26ാം അമെൻമെൻറ്റ് റദ്ദാക്കുക എന്നുള്ളതാണ്. ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് 26th അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഈ 26th അമെൻമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നതിനുള്ള
അതിൻ്റെ അധികാര സ്വഭാവത്തിൽ ആ ഒരു പ്രോസസ്സിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. പാർലമെൻറ്റിൻ്റെ എന്തോ കമ്മിറ്റി എന്തോ ഉണ്ടാക്കി അവർക്ക് ആ അധികാരം കൊടുത്തു. അതുപോലെ ജഡ്ജിമാരുടെ ടെനോർ അത് 3 വർഷമായിട്ട് വെട്ടിക്കുറച്ചു. അപ്പോൾ ഇവരുടെ പ്രൊട്ടസ്റ്റിൻ്റെ ഒന്നാമത്തെ സ്ലോഗൻ 3 ഡിമാൻഡ്സാണുള്ളത്. നമ്പർ 1 റിവോക്ക് 26th അമെൻമെൻറ്റ്. നമ്പർ 2 ഈ സ്റ്റോളൻ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മാൻഡേറ്റ് അത് മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥ മാൻഡേറ്റിലല്ല ഇപ്പോൾ സർക്കാർ നിൽക്കുന്നത്. അപ്പോൾ സ്റ്റോളൻ മാൻഡേറ്റ് തിരിച്ചു നൽകുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ഇവർ അധികാരത്തിൽ പുറത്തു പോകുന്നതാണ്. മൂന്നാമത്തെ ഡിമാൻഡാണെന്ത്? പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ, ഇമ്രാൻഖാൻ അടക്കമുള്ള പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ വിട്ടയക്കുക എന്നുള്ളത്. ഈ 3 ഡിമാൻഡും യഥാർത്ഥത്തിൽ ഒരു പാകിസ്ഥാനിലെ ഏത് രാജ്യത്താണെങ്കിലും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള ഡിമാൻഡുകളാണ്. പക്ഷെ അതവിടെ അത്ര എളുപ്പം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറേ അധികം സംഘർഷങ്ങളിലേക്ക് പോകുമ്പോൾ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭരണഘടനയിലെ 245-ാം വകുപ്പ് പ്രകാരം സിവിലിയൻസിനെ നേരിടാൻ പട്ടാളത്തെ വിളിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നൊരു വകുപ്പുണ്ട്. അത് ഇൻവോക്ക് ചെയ്തിരിക്കുകയാണ്. പട്ടാളത്തെയാണ് ഇറക്കിയിരിക്കുന്നത്. ഒന്നാലോചിച്ചോളും, ജനങ്ങളുടെ പ്രതിഷേധ പ്രകടനത്തെ നേരിടാൻ വേണ്ടിയിട്ട് ആർമിയാണ് വിളിച്ചിരിക്കുന്നത്. സ്വന്തം പൗരന്മാരെ നേരിടാൻ ഏതെങ്കിലും രാജ്യം ആർമിയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ദൗർബല്യമാണ് അത് കാണിക്കുന്നത്. എന്താണ് ഇസ്ലാമാബാദിലെ റെഡ് സോൺ, പ്രവേശനമില്ലാത്ത റെഡ് സോൺ, ഇൻ്റർനെറ്റ് ഇല്ല, വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല. സ്കൂളുകൾക്ക് അവധി കൊടുത്തിരിക്കുകയാണ്. കലുഷമായ ദിനങ്ങളിലേക്ക് പാകിസ്ഥാൻ പോകും. പക്ഷെ ഇതിൽ നിന്നൊക്കെയുള്ളൊരു പാഠമുണ്ട് എല്ലാവർക്കും. നമ്മൾക്ക് ലോകത്തെ എല്ലാ ഭരണകൂടങ്ങൾക്കുള്ള പാഠമാണ് ജനകീയ അഭിലാഷത്തെ അടിച്ചമർത്തിക്കൊണ്ട് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി അധികാരം പിടിക്കുക, അധികാരം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി രാജ്യത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. 47 മുതലുള്ള പാകിസ്ഥാൻ്റെ ചരിത്രം അതാണ്, അനുഭവം അതാണ്. അതിൽ നിന്ന് എല്ലാവർക്കും പാഠമുണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. വീണ്ടും ഒരു അനിശ്ചിതമായ രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് തന്നെയാണോ പോകുന്നത്? അല്ല, പാകിസ്ഥാൻ എന്ന രാജ്യം അതിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് അങ്ങേയറ്റം എന്താ പറയുക, ഒരു അസ്ഥിരമായ ഒരു രാജ്യമാണ്. നേരത്തെ ദിവസമായി പറഞ്ഞില്ല, ആരെങ്കിലും ടെന്യൂർ പൂർത്തിയാക്കിയിട്ടുള്ള ആയുസ് തന്നെ പൂർത്തിയാക്കൽ പ്രയാസമാണ് അവിടെ. അതായത് നിങ്ങൾക്ക് ഭരണത്തിൽ ഇങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുന്നവർക്കൊക്കെ ഉപരി നിങ്ങൾ ആക്റ്റീവ് പൊളിറ്റിക്സിൽ വരുന്നു, നിങ്ങൾ ഭരണാധികാരത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ജീവിതം പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയുള്ള മനുഷ്യർ, കൊല്ലപ്പെട്ട എത്രയോ ആളുകളുടെ കഥ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത്രയും അസ്ഥിരമാണ് പാകിസ്ഥാനിലെ സാഹചര്യം. ഇപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അകത്തുപോയ ആളാണ് അദ്ദേഹം. ഓഫ് കോഴ്സ് ഇദ്ദേഹവും വലിയ തോതിലുള്ള വിപ്ലവ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടും പാകിസ്ഥാനെ സാമ്പത്തികമായും സൈനികമായും ശക്തമാക്കുകയും അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിക്കുകയും എല്ലാവരുടെയും എന്താ പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനം പോലുള്ള വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന ആളും, എന്നാൽ അദ്ദേഹത്തിന് അത് പൂർണ്ണമായും മീറ്റ് ചെയ്യാൻ കഴിയാത്തതിന് പേരിൽ വലിയ തോതിലുള്ള ജനവിരുദ്ധ വികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരത്തിന് ഇരയാക്കപ്പെടുകയും ചെയ്ത ഒരാൾ കൂടിയാണ്. പക്ഷെ അദ്ദേഹം നോക്കൂ, ഇപ്പോഴും നമ്മളിപ്പോൾ കാണുന്നത് ജയിലിനകത്ത് 1 വർഷം പൂർത്തിയാക്കുന്ന സമയത്തും വലിയ തോതിൽ ഇമ്രാൻഖാന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിനുള്ള ഒരു ജനസ്വാധീനം എന്തുമാത്രം വലുതാണ്. അയാൾ ജയിലിൽ പോയിരിക്കുന്നത് അനീതി നിറഞ്ഞ വഴികളിലൂടെയാണെന്ന് ജനം വിശ്വസിക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ അത് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ സംബന്ധിച്ച് ഭയങ്കരമായ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ എതിർപ്പുണ്ട്. കാരണം എന്താണ്, ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നു, അതിൽ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിട്ട് ഇവർ വരുന്നു എന്നു മാത്രവുമല്ല, പല സീറ്റുകളിലും ഞങ്ങളുടെ പരാജയത്തിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ട്, അവയിൽ പുനരന്വേഷണമോ അല്ലെങ്കിൽ വീണ്ടും ഇലക്ഷനോ വേണമെന്നുള്ള ആവശ്യം ഇവർ ഉന്നയിക്കുന്നു. അപ്പുറത്ത് അസാധാരണമായി പെട്ടെന്നുണ്ടാക്കിയ ഒരു പോസ്റ്റ് പോൾ സഖ്യമാണല്ലോ സത്യത്തിൽ ഇവരുടെ ഇല്ലാതാക്കുന്നത്. എങ്ങനെ പരാജയപ്പെട്ടു? ക്രിക്കറ്റ് ബാറ്റാണ് ഇവരുടെ ചിഹ്നം. ഈ ചിഹ്നം എടുത്തു കളയുമ്പോൾ സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ ഇപ്പോൾ ഏറ്റവും നിരക്ഷരരായ മനുഷ്യരുണ്ടല്ലോ, അവരെ പോലും ആളുകൾ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു അടയാളം ചിഹ്നമാണ്. ചിഹ്നം അതുകൊണ്ടാണല്ലോ എല്ലായിടത്തും തെരഞ്ഞെടുപ്പിൽ ചിഹ്നം എന്ന് പറയുന്ന സംഗതി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് എടുത്തു കളയും, ഇവരെ ഏതൊക്കെ നിലയ്ക്ക് പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ള പ്രീപോൾ ആലോചന നടന്നു. പക്ഷേ പോൾ കഴിഞ്ഞപ്പോൾ ഇവരിൽ സിംഗിൾ ലാർജസ്റ്റായി. ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് പറ്റുമായിരുന്നു. പക്ഷേ പലയിടത്തും ഞങ്ങൾ ആസൂത്രിതമായി തോൽപ്പിക്കപ്പെട്ടു. അവിടെ ഇപ്പോൾ ഒരു റീ ഇലക്ഷൻ വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. അത് പരിഗണിക്കപ്പെട്ടുള്ള വേറൊരു സഖ്യം ഉണ്ട്, അവർ അധികാരത്തിലേക്ക് പോയി. അപ്പോൾ ആത്യന്തികമായ പ്രശ്നം ജനങ്ങളുടെ തീരുമാനം നടപ്പിലാക്കപ്പെട്ടില്ല. ആര് ഭരിക്കണം, ആരാണ് തുടരേണ്ടത്, ആരാണ് ഇനി വേണ്ടത് എന്ന കാര്യത്തിൽ ജനങ്ങളുടെ തീരുമാനം നടപ്പിലാക്കപ്പെട്ടില്ല. എന്നിടത്താണ് ജനങ്ങൾ ഇത്രയും വലിയ തോതിലുള്ള അസ്വസ്ഥത കൊണ്ടു നടക്കുകയും അതിപ്പോൾ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കേസുകൾ സുപ്രീം കോടതി പല കേസുകളും ശരിവെച്ച കേസുകളുടെ പേരിലാണ് അദ്ദേഹം അകത്ത് കിടക്കുന്നത്. വേറൊന്ന്, അദ്ദേഹം സൈന്യവുമായിട്ടുള്ള അകലമാണ്. തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ എമേർജിങ്ങിന് പിന്നിലും സൈന്യവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പമാണ് എന്ന് വിചാരിക്കപ്പെടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ സൈന്യവുമായി തെറ്റുന്നു, വലിയ സംഘർഷം ഉണ്ടാകുന്നു. സൈനിക ഓഫീസർമാരുടെ വീടുകൾക്കും ഓഫീസുകൾക്കും നേരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ പരസ്യമായ പ്രൊട്ടസ്റ്റും ചിലപ്പോൾ കടന്ന അക്രമവും പോലും ഉണ്ടാകുന്നു. ഒരു നിലയ്ക്കും
അടുക്കാനാവാത്ത അകലം ഇവർക്ക് ഇടയിലുണ്ടായിരിക്കുകയാണ്. നേരത്തെ ദാവൂദ് പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ പട്ടാള നേതൃത്വമാണ്. ഇപ്പോൾ ഉള്ള പ്രധാനമന്ത്രി ഭരിക്കണോ അതോ ഭരണം ഇപ്പോൾ അവസാനിപ്പിക്കണോ, ഇത് വീഴണോ, യുദ്ധം ചെയ്യണോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് പട്ടാളമാണ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് വളരെ പരിമിതമായിട്ടുള്ള റോൾ മാത്രമേ ഒരർത്ഥത്തിൽ അവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇമ്രാൻഖാൻ സൈന്യം അദ്ദേഹത്തെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന കാലത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ച് പുറത്തിറങ്ങി വരിക എന്നുള്ളത് ഭയങ്കരമായ പ്രയാസമുള്ള കാര്യമായിരിക്കും എന്നതിൽ തർക്കമില്ല. ഇപ്പോഴും ആഭ്യന്തര ശത്രുക്കൾ, വിഘടനവാദികൾ, നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള നേതൃത്വം, അവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ടെന്നാണ് സൈന്യത്തിൻ്റെ പൊസിഷൻ. അത് അയയുമ്പോഴായിരിക്കും പക്ഷേ പുറത്തൊരാളുടെ ഒരു ചാൻസസ് കൂടുക. എന്തായാലും ഈ കാര്യം വലുതാണ്. ജനങ്ങളുടെ അവിശ്വാസം, ഇപ്പോഴത്തെ ലീഡർഷിപ്പിനോടുള്ള അവിശ്വാസം, അവരുടെ ജനവിധിയെ അട്ടിമറിച്ചതിലുള്ള അവിശ്വാസം എന്നീ സംഗതികളാണ് ഈ പ്രതിഫലിക്കുന്നത് പാകിസ്ഥാനിൽ കാണുന്നത്. അത് എത്രയോ കാലമായിട്ടുള്ള എപ്പിസോഡ്സിൻ്റെ തുടർച്ചയാണ് എന്ന് കാണേണ്ടി വരും. അതുകൊണ്ട് ഈ ഭരണകൂടത്തിനും ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണകൂടത്തിനും സുസ്ഥിരമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു പ്രത്യാശ വേണ്ട എന്ന് മാത്രമല്ല, ഇമ്രാൻഖാൻ അകത്തു പോയത് കൊണ്ട് ദുർബലനായിട്ടുള്ള ഒരു നേതാവല്ല അദ്ദേഹം പ്രൂവ് ചെയ്യുന്നതുകൂടിയാണ് ഈ കാണുന്നത്. അപ്പോൾ അരക്ഷിതമായ രാഷ്ട്രീയ കാലാവസ്ഥ ഒരിക്കൽ കൂടി സജീവമാവുകയാണ്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.